ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ ഗാന്ധിനഗർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ ആവശ്യത്തിനാണ് വന്നതാണ്, ഒരാളെ കൊണ്ടുവിടാനായിട്ട്. അപ്പോൾ ഇവിടെ ഈ സ്റ്റേഷനെ പറ്റി റീൽ എടുക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടോ, ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. വലിയൊരു 7 സ്റ്റാർ ഹോട്ടൽ ഉൾപ്പെടുന്നതാണ് ഈ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. ലീല ദ ഗരുഡ് ദ ലീല സൂപ്പർ ഹോട്ടലുണ്ട്. അടിപൊളി ഒരു ആംബിയൻസ് ആണ്. ഫ്രണ്ട് വ്യൂ തന്നെ അടിപൊളിയാണ്. ആ ഹോട്ടലും സ്റ്റേഷനും ഉൾപ്പെടുന്നതാണ് ഈ ഒരു എൻറ്റയർ കോംപ്ലക്സ് എന്ന് പറഞ്ഞത്. ക്രിക്കറ്റേഴ്സ് വരുമ്പോൾ ഇവിടെ താമസിക്കുന്നത്. എന്തായാലും എൻ്റെ അകത്തോട്ട് പോകാം, ബാക്കി അകത്തുള്ള കാഴ്ചകൾ കാണിക്കാം. ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി റീല് ചെയ്തായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഒരു ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാ ഇപ്പം വരാൻ കാര്യം. പാർക്കിംഗ് ഒക്കെ അടിപൊളി വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ആണ്. ഫ്രണ്ട് വ്യൂ നല്ല ഡ്രോയിങ്സ് ഒക്കെ ഉണ്ട്. ഫ്രണ്ട് വ്യൂ തന്നെ അടിപൊളിയാണ്. പക്ഷേ ഇത്രയും സെറ്റപ്പിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിൽ ഫസ്റ്റ് തന്നെയാണ്. ഇത്രയും സെറ്റപ്പിൽ പണിത ഒരു സ്റ്റേഷനെ. അകത്ത് കയറി ചെല്ലുമ്പോൾ ഇതാണ് വ്യൂ കിട്ടുന്നത്. പക്ഷേ ഇത്രയും സെറ്റപ്പിൽ പണിയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഇത് ഇന്ത്യയിൽ ഫസ്റ്റാണ്. കാരണം ഇത് ഫെസിലിറ്റീസൊക്കെ നല്ലതായിട്ട് തന്നെയാണ്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കി നല്ലതായിട്ടൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ വേസ്റ്റുകളോ ഒന്നും കാണാനില്ല. ഒരു ബാഡ് സ്മെല്ലെങ്ങും ഇല്ല. നോക്കി ഇവിടെ തന്നെ നല്ല പിക്ചറൊക്കെ വരച്ച് വെച്ചേക്കുന്നു. ഒരു ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. എന്തായാലും ഉള്ളിലോട്ട് കയറാം. ഇവിടെ അധികം തിരക്കില്ല, തിരക്ക് കുറവാണ് സ്റ്റേഷനിൽ. ഇവിടെ 4 പ്ലാറ്റ്ഫോമേ ഉള്ളൂ മൊത്തത്തിൽ. നാല് പ്ലാറ്റ്ഫോമാണ് ഉള്ളത്. ഇത് ഏകദേശം 800 കോടിയായി ഇത് ഈ ഡെവലപ്മെൻറ്റിന് വേണ്ടി. മീൻസ് ഇത് പണിത് തന്നെ എല്ലാം കൂടെ ഒരു എയർപോർട്ട് മോഡലിലാണ് ഇത് പണിതേക്കുന്നത്. ഇവിടെ നിന്ന് ട്രെയിനുള്ളത് മെയിനായിട്ട് ബോംബെ, ഡൽഹി അങ്ങോട്ടൊക്കെയാണ്. ഇവിടെ നല്ല സെറ്റപ്പാണ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. മറ്റുള്ള റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന ഒരു കാഴ്ചയല്ല ഇവിടെ വന്നപ്പം കണ്ടത്. ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. കാരണം മറ്റുള്ള നോർമൽ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തോന്നറിയാം, ബാഡ് സ്മെല്ലും ഭയങ്കര റഷൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം സേഫ്റ്റി ഉണ്ട്. പേടിക്കാനൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ആർക്കും വരാം. ഇത് കണ്ടോ, AC വെയിറ്റിംഗ് ഏരിയ ആണ്. ഇവിടെ ഇനിയും ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതായത് പണിനാട്ടമൊക്കെ കാണാം. ഓൾറെഡി ഇവിടെ അത്യാവശ്യം നല്ല സെറ്റപ്പിലാണ് ഇത് പണിതേക്കുന്നത്. കണ്ടോ, റൂഫിംഗ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ്. ഇതിൻ്റെ മേളിൽ 5 സ്റ്റാർ ഹോട്ടലാണ്. ഇതിൻ്റെ ടോപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 സ്റ്റാർ ഹോട്ടലുണ്ട്. അവിടെ ഈ ക്രിക്കറ്റേഴ്സൊക്കെ വരുമ്പോൾ അവിടെയാണ് അവർ താമസിക്കുന്നത്. എന്തായാലും കൊള്ളാമല്ലേ. ഇങ്ങനെ സ്റ്റേഷനിൽ വരുന്നത് ഫസ്റ്റ് ടൈമാണ്. ഇതാണ് ലീല ഗരുഡ് ഹോട്ടൽ. ഇതിന് 318 റൂംസ് ഉണ്ട്. ഇത് 2021 ഇതും ഈ സ്റ്റേഷനും കൂടെ 2021 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതാണ് വ്യൂ. ട്രെയിൻ വരുന്നുണ്ട്.
ചേച്ചിയാണ് യാത്ര അയച്ചിരിക്കുകയാണ്. ഈ ട്രെയിൻ ഇപ്പോൾ ഒരു 11:30 പോകും, ഗരീബ് രഥ് എക്സ്പ്രസ്. ഞങ്ങളപ്പം തിരിച്ച് പോവാം. ഈ ഈ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി, കാരണം ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സ്റ്റേഷൻ കാണുന്നത്. അത്രയും നല്ല ഡെവലപ്ഡായിട്ട് പണിതേക്കുന്നത്. അത് മാത്രമല്ല നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്യൂച്ചറിൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേഷനിലും ഇതുപോലെ ആകട്ടെ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ.